ഉത്ഥാന വിശ്വാസത്തിൽ ജീവിക്കുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ശൂന്യമായ കല്ലറ. പ്രിയമുള്ളവരെ, ഇന്ന് തിരുസഭ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ അപ്പോസ്തലൻ്റെ തിരുനാളിൻ്റെ അനുഗ്രഹാശംസകൾ നേരുന്നു. ക്രിസ്തുവിൻ്റെ ഉത്ഥാനാനന്തരമുള്ള ശൂന്യമായ കല്ലറ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും ശക്തമായ നിദാനമാണ്. ക്രിസ്തീയ വിശ്വാസത്തെ വ്യത്യസ്തമായ രീതികളിൽ വിലയിരുത്തുന്നുണ്ട്. 3 തലങ്ങളിൽ നമുക്കതിനെ കാണാം. 1, ഉത്ഥിതനിലുള്ള വിശ്വാസം. റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ ഈ സത്യത്തെ വിളിച്ചു പറയുന്നതാണ്. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ വലിയ രഹസ്യത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്തവനാണ് സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ. അതുകൊണ്ട് തന്നെ ഉത്ഥാനത്തിലെ ഏറ്റവും വലിയ അടയാളം ഒഴിഞ്ഞ കല്ലറയാണ്. 2, വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി നാം സ്വീകരിക്കേണ്ട പുതിയ ജനനം കർത്താവിൻ്റെ ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ്. പത്രോസ്ലീഹയുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം പറയും, അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശുക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. കർത്താവായ യേശുനാഥൻ്റെ ഉത്ഥാനം വഴി നാം വീണ്ടും ജനിക്കുന്നു. ശൂന്യമായ കല്ലറ കണ്ട് ഓടിവന്ന മഗ്ദലന മറിയത്തിലും ശൂന്യമായ കല്ലറയിലേക്ക് ഓടിവന്ന പത്രോസിലും യോഹന്നാനിലും സംഭവിച്ചത് ഈ വീണ്ടും ജനനമാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തെ നോക്കി വീണ്ടും ജനിക്കുന്ന ആത്മീയ അനുഭവത്തിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. 3-മതായി, വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മുടെ നീതീകരണത്തെ കർത്താവിൻ്റെ ഉത്ഥാനവുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. റോമാക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയും, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും എന്ന്. കർത്താവിൻ്റെ ഉത്ഥാനം സ്വർഗപിതാവിൻ്റെ ക്രിസ്തുവിലൂടെ ഉള്ള രക്ഷാകര ചരിത്രത്തിന്മേലുള്ള സ്വീകാര്യതയാണ്. പ്രിയമുള്ളവരെ, ഈ 3 സത്യങ്ങളിലേക്കും നമ്മെ നയിക്കുന്ന ഈ സുവിശേഷം അഥവാ സുവിശേഷകൻ ഈ 3 സത്യങ്ങളിലൂടെയും യാത്ര ചെയ്തവനാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ AD 6-ൽ ബെത്സേദായിൽ ജനിച്ചു. AD 100-ൽ 93-ാം വയസ്സിൽ വിശ്വസിക്കപ്പെടുന്നത് എഫേസുസിൽ വച്ച് അദ്ദേഹം മരണമടഞ്ഞു എന്നാണ്. സഭാപിതാക്കന്മാർ അദ്ദേഹത്തെ സുവിശേഷകനായ യോഹന്നാൻ എന്നും പത്മോസിലെ യോഹന്നാൻ എന്നും മുതിർന്ന യോഹന്നാൻ എന്നും വിളിച്ചിരുന്നു. വലിയ യാക്കോബിൻ്റെ ഇളയ സഹോദരനാണ് യോഹന്നാൻ അപ്പോസ്തലൻ. യോഹന്നാൻ ശ്ലീഹയുടെ അമ്മയുടെ പേര് സലോമി എന്നാണ്. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് സലോമി പരിശുദ്ധ മറിയത്തിൻ്റെ സഹോദരി ആണെന്നാണ്. സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ, യഥാർത്ഥ സ്നേഹമായ ക്രിസ്തുവിൻ്റെ സഹോദരൻ തന്നെയാണ് രക്തബന്ധത്തിൽ എന്ന് ഒരുപക്ഷെ പാരമ്പര്യത്തിലൂടെ നാം കണക്കാക്കുന്നുണ്ട്. യോഹന്നാനിലുള്ള പ്രത്യേകതകൾക്ക് ഇത് ഒരു കാരണം കൂടിയാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ ഈ അപ്പോസ്തലൻ്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ ഉത്ഥാന സത്യത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഉത്ഥാനം പുനരുത്ഥാനം, സർവേശ സൂനുവിനുത്ഥാനം. കല്ലറ മൂടിയ കല്ലുകൾ നീക്കി കൈവല്യരൂപന്റെ ഉത്ഥാനം. ഉത്ഥാനം പുനരുത്ഥാനം, സർവേശ സൂനുവിനുത്ഥാനം. കല്ലറ മൂടിയ കല്ലുകൾ നീക്കി കൈവല്യരൂപന്റെ ഉത്ഥാനം. ഉത്ഥാനം പുനരുത്ഥാനം. ഭൗമതേജോരൂപനാം യേശു അധിവസിക്കുന്നു നമ്മോടു കൂടെ. ഭൗമതേജോരൂപനാം യേശു അധിവസിക്കുന്നു നമ്മോടു കൂടെ. അമർച്ച ചെയ്തിടുന്ന ശക്തികൾ നീക്കി അലിവോടെ മോചനം നൽകിടുന്നു. അമർച്ച ചെയ്തിടുന്ന ശക്തികൾ നീക്കി അലിവോടെ മോചനം നൽകിടുന്നു. നമ്മൾ ഉയിർപ്പിന്റെ സന്ദേശകർ, നമ്മുടെ ഗാനം ഹല്ലേലൂയ. നമ്മൾ ഉയിർപ്പിന്റെ സന്ദേശകർ, നമ്മുടെ ഗാനം ഹല്ലേലൂയ. ഉത്ഥാനം പുനരുത്ഥാനം, സർവേശ സൂനുവിനുത്ഥാനം. കല്ലറ മൂടിയ കല്ലുകൾ നീക്കി കൈവല്യരൂപന്റെ ഉത്ഥാനം. ഉത്ഥാനം പുനരുത്ഥാനം, സർവേശ സൂനുവിനുത്ഥാനം. കല്ലറ മൂടിയ കല്ലുകൾ നീക്കി കൈവല്യരൂപന്റെ ഉത്ഥാനം. ഉത്ഥാനം പുനരുത്ഥാനം. അജയ്യരാജോരൂപനാം നാഥൻ അരുളിടുന്നു നമ്മോടുയിർത്തെണിക്കാൻ. അജയ്യരാജോരൂപനാം നാഥൻ അരുളിടുന്നു നമ്മോടുയിർത്തെണിക്കാൻ. അടിമപ്പെടുത്തുന്ന കെട്ടുകൾ നീക്കി അരിയോരു ജീവിതം കൈവരിക്കാൻ. അടിമപ്പെടുത്തുന്ന കെട്ടുകൾ നീക്കി അരിയോരു ജീവിതം കൈവരിക്കാൻ. നമ്മൾ ഉയിർപ്പിന്റെ അവകാശികൾ, നമുക്ക് പാടാം ഹല്ലേലൂയ. നമ്മൾ ഉയിർപ്പിന്റെ അവകാശികൾ, നമുക്ക് പാടാം ഹല്ലേലൂയ.
ഉത്ഥാനം പുനരുത്ഥാനം സർവേശ സൂനുവിനുത്ഥാനം കല്ലറ മൂടിയ കല്ലുകൾ നീക്കി കൈവല്യരൂപന്റെ ഉത്ഥാനം ഉത്ഥാനം പുനരുത്ഥാനം സർവേശ സൂനുവിനുത്ഥാനം കല്ലറ മൂടിയ കല്ലുകൾ നീക്കി കൈവല്യരൂപന്റെ ഉത്ഥാനം ഉത്ഥാനം പുനരുത്ഥാനം